എങ്ങനെയുണ്ട് പിണറായി സർക്കാർ? തീർച്ചയായും ഇതിന് ഓപ്പോസിറ്റ് ആയ ഒരു വെഡിക്റ്റ് ആവാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ മികച്ചതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം ഓൺ സ്ക്രീൻ വളരെ മികച്ചതെന്ന് 2.6 മികച്ചതെന്ന് 10 12.6 അഭിപ്രായമുള്ളവർ 12.6% പേർ മാത്രമാണ്. പക്ഷേ 42%, 41.9, 42% ആളുകൾ ഈ സംസ്ഥാന സർക്കാരിനെതിരാണ്. ഒരു വ്യത്യാസമില്ല കേട്ടോ. 19 മണ്ഡലങ്ങളിലും നമ്മൾ കണ്ട ചിത്രം അതേപോലെ ആവർത്തിക്കുകയാണ്. തൃശ്ശൂരിലും 20ാമത്തെ മണ്ഡലത്തിലും ആന്റി ഗവൺമെന്റ് ആണ് ആളുകളുടെ മനസ്സ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് VS സുനിൽകുമാറാണ്. VS സുനിൽകുമാർ ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു, കൃഷി വകുപ്പ് മന്ത്രി. ആ ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലും ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. അത് VS സുനിൽകുമാറിന് കൂടി കിട്ടുന്ന ഒരു പോയിന്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭാഗമായ VS സുനിൽകുമാർ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ നമുക്ക് നോക്കാം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ അത് മെച്ചപ്പെട്ടു എന്നാണോ, ഒരുപോലെ എന്നാണോ, മോശമായി എന്നാണോ? ഒരൊറ്റ ആൻസർ മതിയല്ലോ, ഒറ്റ ആൻസർ. നമ്മൾ നോക്കൂ. മോശമെന്ന് അഭിപ്രായപ്പെടുന്നവർ 79.4, അതായത് 80% പേർ. അത് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഒന്നാമത്തെ പിണറായി സർക്കാർ മികച്ചതാണെന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് VS സുനിൽകുമാറിനുമുണ്ട്. VS സുനിൽകുമാറിനുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിയായിരുന്നു VS സുനിൽകുമാർ. നമ്മൾ എങ്ങനെയാണോ KK ശൈലജയുടെ കാര്യം പറഞ്ഞത്, അതുപോലെ VS സുനിൽകുമാറിന് അഡ്വാൻറ്റേജായി മാറിയേക്കാവുന്ന ഒരു ഉത്തരം കൂടിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്പോസിഷൻ എങ്ങനെയുണ്ട്, പ്രതിപക്ഷം എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഓൺ സ്ക്രീൻ തൃശ്ശൂരിൽ പ്രതിപക്ഷം വളരെ മികച്ചതെന്ന് പറയുന്നത് 3.4, മികച്ചതെന്ന് പറയുന്നത് 9.2. 12.6 മോശം എന്ന അഭിപ്രായമാണ് കൂടുതൽ. 43% ആളുകളും 43.7 തൃശ്ശൂരിൽ മോശമാണ്, പ്രതിപക്ഷം മോശമാണ്. പ്രതിപക്ഷം മോശമാണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ പ്രതിപക്ഷത്തെ എങ്ങനെ റേറ്റ് ചെയ്താലും മറ്റു ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ പറയുന്ന ആന്റി ഗവൺമെന്റ് വികാരം നിലനിൽക്കുന്നു, പ്രോ മോഡി വികാരവും നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ണിബാലകൃഷ്ണൻ, പ്രതിപക്ഷം മോശമാണെങ്കിൽ പ്രതിപക്ഷത്തിൽ അവരെ മാറ്റണം. പ്രതിപക്ഷത്തിൽ അവരെ മാറ്റിയാൽ ഭരണപക്ഷത്തേക്ക് പോകാൻ പറ്റും. നവകേരള സദസ് ആവശ്യമായിരുന്നോ എന്നതാണ് ഒരു ചോദ്യം. അതായത് LDF പൂർണ്ണമായും കൈയടക്കിയിരിക്കുന്ന മണ്ഡലമാണ്. 7 മണ്ഡലങ്ങളിലും LDF MLA-മാരാണ്. 7 മണ്ഡലങ്ങളിലും ഈ നവകേരള സദസ് ഹോസ്റ്റ് ചെയ്തത് ആ MLA-മാരായിരുന്നു. നവകേരള സദസ്സിനെതിരായ വികാരമാണ് 83.4% പേർ. തിരുവനന്തപുരത്തിന് തുല്യമായ ഒരു പ്രതികരണം തൃശ്ശൂരും നടത്തുന്നു. ശക്തമായ ആന്റി ഗവൺമെന്റ് വികാരം തൃശ്ശൂരിലും ശക്തമായ ആന്റി ഇൻകംബൻസി ശക്തന്റെ നാട്ടിൽ. അതെ അല്ലേ?